നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ ഏറ്റവും മുഖ്യപ്രതിയായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി. ഏറ്റവും ആദ്യം അറസ്റ്റ് ചെയ്തതും ഉണ്ണികൃഷ്ണൻ പോറ്റിയായിരുന്നു. അതിന് പിന്നാലെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യലിൽ നിന്ന് മറ്റുള്ള പ്രതികളിലേക്ക് SIT എത്തിയത്. എന്നാൽ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിയും ഒടുവിൽ പുറത്തിറങ്ങുമ്പോൾ ഇനി മറ്റുള്ള പ്രതികളുടെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത് ഊഹിക്കാവുന്നതേ ഉള്ളൂ. കൃത്യമായി കുറ്റപത്രം സമർപ്പിക്കാൻ സാധിക്കാത്തതിനാലാണ് പ്രതികൾക്കെല്ലാം തന്നെ ജാമ്യം ലഭിക്കുന്നത്. ഏതായാലും ഇന്നലെ ഉണ്ണികൃഷ്ണൻ പോറ്റി ജയിലിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴുള്ള ആ സന്തോഷം കാണേണ്ടതായിരുന്നു. വളരെ ചിരിച്ചു കളിച്ച് അവിടെ പുറത്ത് തന്നെ കാത്തുനിന്ന ബന്ധുക്കളുടെ അടുത്തേക്ക് തന്നെ പോയി വിശേഷങ്ങൾ ചോദിക്കുന്നു, അങ്ങോട്ടും വിശേഷങ്ങൾ പറയുന്നു. വളരെ ചിരിച്ചു തന്നെ, ഒരു മുഖത്ത് ഒരു കുറ്റബോധമോ ഒരു ക്ഷീണമോ ഒന്നും തന്നെ ഇല്ല. വളരെ ചിരിച്ച് കളിച്ച് രസിച്ച് തന്നെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ജയിലിന് പുറത്ത് ഇറങ്ങി ബന്ധുക്കളുടെ ഫ്രണ്ടിൽ നിൽക്കുമ്പോഴൊക്കെ തന്നെ കാണാനുണ്ടായിരുന്നത്. പല ആളുകളും അതിന് താഴെ വരുന്ന കമന്റുകൾ വളരെ രസകരമാണ്. പോറ്റിയുടെയും ബന്ധുക്കളുടെയും ഭാവം കണ്ടാൽ ഇവൻ രാജ്യത്തിന് വേണ്ടി ത്യാഗം സഹിച്ച് ജയിലിൽ നിന്ന് ശിക്ഷ കഴിഞ്ഞിറങ്ങിയ മാതിരിയുണ്ട്. ആ ചിരിയും കോൺഫിഡൻസും കണ്ടില്ലേ, അതാണ് കമ്മ്യൂണിസ്റ്റുകാരനോടുള്ള വിശ്വാസം. അയ്യപ്പന്റെ സ്വർണം കട്ടവൻ സമൂഹത്തെ വെല്ലുവിളിക്കുന്ന ഇളി കണ്ടില്ലേ, കഷ്ടം. ഇതൊക്കെയാണ് ഓരോരുത്തരും കമന്റ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും അത് തന്നെയാണ്. കാരണം ഇത്രയും വലിയ ഒരു കുറ്റകൃത്യം ചെയ്ത് സാധാരണക്കാരായിട്ടുള്ള വിശ്വാസികളെല്ലാം തന്നെ പറ്റിച്ച് അയ്യപ്പന്റെ സ്വർണം കൊള്ളയടിച്ചിട്ടുള്ള ഒരു പ്രതി പുറത്തുനിന്ന് ഇറങ്ങി വളരെ ചിരിച്ചു കളിച്ച് ആ വിശ്വാസി സമൂഹത്തെ നോക്കി പല്ലിളിക്കുന്ന കാഴ്ചയാണ് ഇന്നലെ നമ്മൾ ജയിലിന് പുറത്ത് കണ്ടത്. ഏതായാലും പുറത്തിറങ്ങിയെങ്കിലും കാര്യങ്ങൾ അത്ര നിസ്സാരമല്ല. കട്ടിളപ്പാളി കേസിലും സ്വാഭാവിക ജാമ്യം ലഭിച്ചതോടെ ജയിൽ മോചിതനായ ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജാമ്യ വ്യവസ്ഥകൾ അതികർശനമാണ്. ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ നേരിട്ട് ഹാജരാകണമെന്നതാണ് പ്രധാന വ്യവസ്ഥ. ഇത് പോറ്റിയെ തിരുവനന്തപുരത്ത് തളച്ചിടുന്നതിന് തുല്യം തന്നെയാണ്. സാക്ഷികളെ നേരിൽ കണ്ട് സ്വാധീനിക്കുന്നത് തടയാനും കഴിയും. പത്തനംതിട്ട ജില്ലയിൽ പ്രവേശിക്കരുതെന്നാണ് മറ്റൊന്ന്. കാരണം ഈ ഒരു നിർണായകമായിട്ടുള്ള ഇക്കാര്യം നടന്നിരിക്കുന്നത് പത്തനംതിട്ടയിലാണ്. തെളിവ് സന്നിധാനത്ത് ശേഷിക്കുന്നുണ്ടെങ്കിൽ അത് നശിപ്പിക്കാതിരിക്കാനും ജയിലിലുള്ള ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A. പത്മകുമാറിനെയും ജയിൽ മോചിതനായ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ D. സുധീഷ് കുമാറിനെയും നേരിട്ട് ബന്ധപ്പെടാതിരിക്കാനാണിത്. തിരുവാഭരണ കമ്മീഷണർ ഓഫീസും മറ്റും പ്രധാന ദേവസ്വം ഓഫീസുകളും ആറന്മുളയിലും പത്തനംതിട്ടയിലുമുണ്ട്. ഈ ഓഫീസുകളിൽ നിന്നും പോറ്റിയെ അകറ്റി നിർത്താനും കഴിയും. പോറ്റിയുടെ ഫോണുകൾ ഇപ്പോൾ SIT പക്കലാണ്. അതിനാൽ സ്വന്തം ഫോണിലൂടെ സാക്ഷികളെയോ മറ്റുന്നതരെയോ ബന്ധപ്പെടാനാകില്ല. പോറ്റിയുടെ അടുത്ത ബന്ധുക്കളുടെ ഫോണുകളും നിരീക്ഷണത്തിലാണ്. വ്യവസ്ഥകൾ കർശനമായ സ്ഥിതിക്ക് വെഞ്ഞാറമൂട് പുളിമാത്തെ വസതിയിൽ തന്നെ പോറ്റി തങ്ങാനാണ് സാധ്യത. സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ പ്രത്യേക നിരീക്ഷണം പോറ്റിക്ക് മേലുണ്ടാകും. എന്നാൽ പോറ്റിയെ കാണാനെത്തുന്നവരെ വിലക്കാനാകില്ല. പക്ഷെ അവരെ നിരീക്ഷിക്കാനും വിവരങ്ങൾ ശേഖരിക്കാനും ആകും. ഒക്ടോബർ 17 പോറ്റിയെ അറസ്റ്റ് ചെയ്ത് റാന്നി കോടതിയിൽ ഹാജരാക്കിയപ്പോൾ ചെന്നൈ, ബംഗളൂരു എന്നിവിടങ്ങളിലുള്ള 5 പേർ ചേർന്നാണ് തന്നെ ചതിച്ചതെന്ന് പോറ്റി പറഞ്ഞിരുന്നു. എന്നാൽ ഇതിൽ കഴമ്പുണ്ടോ? SIT അന്വേഷിച്ചിട്ടില്ല. പോറ്റി പണം പലിശയ്ക്ക് കൊടുത്തവരുടെ വിവരങ്ങൾ അടങ്ങിയ ഡയറിയുണ്ട്. ഇതിലുള്ളവരെ SIT ചോദ്യം ചെയ്തിട്ടില്ല. 2019 ശേഷം 30 കോടിയിലധികം രൂപയുടെ ക്രയവിക്രയങ്ങൾ പോറ്റി നടത്തിയതായാണ് വിവരം. ആരുമായിട്ടായിരുന്നു ഇവയെന്നും വെളിവായിട്ടില്ല. പോറ്റിയുടെ സാമ്പത്തിക സ്രോതസ്സുകളെ പറ്റി അന്വേഷിക്കുകയാണെന്നും ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിലും ബെല്ലാരിയിലും അന്വേഷണം തുടരുന്നെന്നും ജാമ്യത്തെ എതിർത്ത് SIT കൊല്ലം വിജിലൻസ് കോടതിയിൽ വാദിച്ചെങ്കിലും ഫലമുണ്ടായില്ല. ശബരിമല സ്വർണ്ണക്കടത്ത് കേസിൽ ശബരിമല മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ S. ശ്രീകുമാറിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യുന്നു. സ്വർണ്ണക്കടത്ത് കേസിൽ ഹൈക്കോടതി നിർദ്ദേശപ്രകാരം SIT രജിസ്റ്റർ ചെയ്ത കേസിൽ അറസ്റ്റിലായി ജയിലിൽ കിടന്നതിന് ശേഷം ജാമ്യത്തിൽ ഇറങ്ങിയതിന് പിന്നാലെയാണ് S. ശ്രീകുമാറിനെ ED ചോദ്യം ചെയ്യുന്നത്. ശബരിമല മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിനെ നേരത്തെ ED ചോദ്യം ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ S. ശ്രീകുമാറിനെ കൊച്ചിയിലെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി ED ചോദ്യം ചെയ്യുന്നത്. ശബരിമലയിൽ നടന്നു വരുന്ന ക്രമക്കേടുകളെ സംബന്ധിച്ചായിരിക്കും ED ചോദിച്ചറിയുക എന്നാണ് വിവരം. സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണം നടത്തുക എന്നതിനപ്പുറത്ത് ശബരിമല ക്ഷേത്രവുമായി കേന്ദ്രീകരിച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ കഴിഞ്ഞ 20 വർഷങ്ങളായി നടന്നിട്ടുള്ള സാമ്പത്തിക ക്രമക്കേടുകളാണ് ED ലക്ഷ്യം വെക്കുന്നത്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് മുരാരി ബാബുവിന്റെ സാമ്പത്തിക ഇടപാടുകളെ സംബന്ധിച്ച് വിശദ അന്വേഷണം നടത്തിയത്.
നിലവിൽ അറസ്റ്റിലായ പ്രതികളല്ലാതെ മറ്റാരെങ്കിലും പിന്നിലുണ്ടോ എന്നതും ED അന്വേഷിക്കുന്നുണ്ട്. ശ്രീകുമാർ മഹസറിൽ ഒപ്പിട്ടു എന്നതിനപ്പുറത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി മറ്റ് ബന്ധങ്ങളൊന്നും തന്നെ ഇല്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് കൊല്ലം വിജിലൻസ് കോടതി ജാമ്യത്തിൽ വിട്ടത്. സ്വർണ്ണക്കടത്ത് കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി കഴിഞ്ഞ ദിവസം ജാമ്യത്തിൽ പുറത്തിറങ്ങിയെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ED ചോദ്യം ചെയ്തേക്കുമെന്നാണ് വിവരം. ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ മുഖ്യ സൂത്രധാരനായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ രാഷ്ട്രീയ ബന്ധങ്ങളിലേക്ക് അന്വേഷണത്തിനും SIT കടക്കും. പോറ്റിയുടെ വീട്ടിലെത്തിയവരുടെ സമ്മാനങ്ങൾ കൈപ്പറ്റിയവരുടെയും വിവരങ്ങൾ പ്രത്യേക അന്വേഷണ സംഘം ശേഖരിച്ചു. ഇതിന്റെ ഭാഗമായി മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ, UDF കൺവീനർ അടൂർ പ്രകാശ് എന്നിവർ പോറ്റിയുടെ വീട്ടിലെത്തിയ കാര്യം വെളിപ്പെടുത്തിയ അയൽക്കാരന്റെ മൊഴിയെടുത്തു. സന്ദർശനത്തിന്റെ ചിത്രങ്ങളും ശേഖരിച്ചു. ഇതോടെ കടകംപള്ളി സുരേന്ദ്രൻ, അടൂർ പ്രകാശ്, രാജു എബ്രഹാം തുടങ്ങിയവരുമായി ഉണ്ണികൃഷ്ണൻ പോറ്റിക്കുള്ള അടുപ്പവും അന്വേഷണ പരിധിയിലായി. അതേസമയം പോറ്റി ജാമ്യം നേടി പുറത്തിറങ്ങിയതോടെ കൂടുതൽ പ്രതികളുടെ ജയിൽ മോചനത്തിന് കളമൊരുങ്ങുന്നു. ഈ മാസം കുറ്റപത്രം നൽകിയില്ലെങ്കിൽ A പത്മകുമാറിനും N വാസുവിനും KS ബൈജുവിനും സ്വാഭാവിക ജാമ്യം ലഭിക്കും. ഇതോടെ അറസ്റ്റിലായ 12 പ്രതികളിൽ 7 പേരും ജയിൽ മോചിതരാകുന്ന സാഹചര്യമുണ്ടാകും. എന്നാൽ തിങ്കളാഴ്ച ഹൈക്കോടതിയിൽ ഇടക്കാല റിപ്പോർട്ട് നൽകാനും കോടതി നിർദ്ദേശമനുസരിച്ച് കുറ്റപത്രം നൽകുന്നതിലടക്കം തുടർ നടപടി തീരുമാനിക്കാനുമാണ് SIT ആലോചിക്കുന്നത്. മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബു, മുൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ ആയിരുന്ന S ശ്രീകുമാർ, മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ D സുധീഷ് കുമാർ എന്നിവരാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് മുൻപേ പുറത്തിറങ്ങിയവർ. ഇതിൽ ശ്രീകുമാറിന് തെളിവിന്റെ അഭാവത്തിലാണ് ജാമ്യം നൽകിയത്. മറ്റുള്ളവർക്കെല്ലാം സ്വാഭാവിക ജാമ്യവുമാണ് ലഭിച്ചിരിക്കുന്നത്. ഇനിയും അകത്ത് ആളുകൾ കിടക്കുന്നുണ്ട്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നിലവിൽ ആരുടെയും കുറ്റപത്രം സമർപ്പിക്കാത്തതിനാൽ ഈ പ്രതികൾക്കൊക്കെ തന്നെ ഉടനെ ജാമ്യം ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ഓരോ ദിവസങ്ങളിലായിട്ടാണ് കോടതി ജാമ്യ ഹർജി പരിഗണിക്കുന്നത്. അതേസമയം തന്നെ പുറത്തിറങ്ങിയിട്ടുള്ളവർക്കും കാര്യങ്ങൾ അത്ര രസകരമല്ല. കൃത്യമായിട്ട് 24 മണിക്കൂറും SITയുടെ നിരീക്ഷണത്തിലായിരിക്കും ഇവർ. ആരൊക്കെ വരുന്നു പോകുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ SIT കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട്. പത്തനംതിട്ട ജില്ലയിലടക്കം കാലുകുത്തരുത് എന്നുള്ള കൃത്യമായിട്ടുള്ള കോടതിയുടെ ജാമ്യ വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇവർ പുറത്തിറങ്ങിയിരിക്കുന്നത്.